my bridal veil and wedding gown, I thought of how I'd marry him and settle down. ബീന മനോജ്. ദൈവിക ദർശനത്തിന്റെ ആത്മീയ പ്രകാശം തൊട്ടറിഞ്ഞവൾ. കാലവ്യതിയാനങ്ങളിൽ വർണ്ണാഭമായ പകിട്ടുകൾ കൊണ്ട് ദൈവീകതയുടെ മഹിമ വിളിച്ചോതി സ്വർഗീയ വഴികൾ തേടുന്നവൾ. പൂർണ്ണമായ വചനഘോഷയാത്രയിൽ ഭർത്താവിന്റെ കാലടിപ്പാതകൾക്ക് താങ്ങായി തണലായി ചാരത്തിരുന്നവൾ. ഇവൾ വെറോനിക്ക. മനോജ് സണ്ണി. ദൈവീക ചേതനയുടെ ഊർധവും ജീവിതത്തിൽ നവജീവനേകിയതിന്റെ ആത്മഹർഷം. ലോകത്തിന്റെ നെറുകയിൽ കർത്താവ് ഉയർത്തിയ തന്റെ ജീവിതം തികഞ്ഞ വിനയത്തോടെ തന്നെ കർത്താവിന് സമർപ്പിച്ചു ഈ മനുഷ്യൻ. ഭൗതികതയുടെ കുത്തൊഴുക്കിൽ ചിതറിത്തിറയ്ക്കുന്ന യുവജനതയെ ചേർത്തു നിർത്തി പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കാൻ ഇയാൾ തുനിഞ്ഞിറങ്ങുന്നു. സുമ, ഹലോ. സുഖമല്ലേ ചേച്ചി? സുഖം മോളെ. കുറേ നാളായി, ഒന്നുമില്ലേ നമ്മൾ കണ്ടിട്ട്? കുറച്ച് നാളായി. കഴിഞ്ഞ മാസം നമ്മൾ ആ ഒരു പ്രോഗ്രാമിന് ആലുവയിൽ ഒരുമിച്ച് കണ്ടതല്ലേ. സുഖമായിരിക്കുന്നോ? ജോലിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പം ആക്ച്വലി എനിക്ക് അത്രയധികം വർക്കൊന്നും ഇല്ല, ഹോളിഡേയ്സ് ആണ്. ചേച്ചിക്കോ? എനിക്ക് നിറച്ചും വർക്കാണ്. ഞങ്ങൾക്ക് ഹോളിഡേയ്സ് ഇല്ല. ഇപ്പം വാല്യുവേഷനും സൂപ്പർവിഷനും ഒക്കെ ആയിട്ട് എല്ലാ ദിവസവും തന്നെ കോളേജിൽ പോക്കാം. അപ്പോൾ ചേട്ടൻ എവിടെ? മനോജ് കുവൈറ്റിൽ പോയിരിക്കുക. നമ്മുടെ ജീസസ് യൂത്തിന്റെ ഫോർമേഷൻ പ്രോഗ്രാമില്ലേ, അവിടെ അതിന്റെ ട്രെയിനിങ് നടക്കുക. അപ്പവും ജോയും? അപ്പോൾ ഇപ്പം അവന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, എഞ്ചിനീയറിംഗിന്റെ ഫസ്റ്റ് ഇയർ. രാജഗിരിയില്ല. നാളെ ഒരു പരീക്ഷയുണ്ട്. മുള്ളങ്ങാണ്ടിരുന്ന് പഠിക്കുന്നുണ്ട്. കൊച്ചിന് ഇപ്പൊ 9ാം ക്ലാസ്സിൽ അവർക്ക് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങിയല്ലോ. ക്ലാസ് തുടങ്ങി. അപ്പൊ അവനത് പോയിരിക്കുക സ്കൂളിൽ. ഞാൻ ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാം. എന്റെ വിശേഷങ്ങളൊക്കെ അറിയത്തില്ല. അറിയാം, എന്നാലും നിങ്ങളിങ്ങനെ തിരക്കിട്ടുള്ള യാത്രയും ഒക്കെ അല്ലേ, അപ്പൊ കുറച്ച് കാര്യമായിട്ട് ഇരുന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അതിനെന്താ? ചേച്ചിയെ ഞാൻ പരിചയപ്പെടുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഞാനൊരു ലാംഗ്വേജ് ലാബിനോ മറ്റോ അതിന്റെ ആവശ്യത്തിന് വേണ്ടി വന്നതാ. ഓർക്കുന്നുണ്ടോ? അതിനുശേഷം അന്നൊന്നും ശരിക്കും പരിചയപ്പെട്ടില്ല. പിന്നീട് ഒരു നമ്മുടെ റെക്സ്റ്റാൻഡിന്റെ ഒരു സോൾ കഫേ എന്ന് പറഞ്ഞിട്ട് ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് സോൾ കഫേക്ക് ഞാൻ നേരിട്ട് വന്ന ചേച്ചിയെ അന്നാണ് ചേച്ചിയെ പരിചയപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ കുറച്ചിങ്ങനെ ഇപ്പം നല്ല ലീഡേഴ്സ് കോൺഫറൻസ് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കുറെ കൂടെ. അപ്പൊ ചേട്ടനെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ചേട്ടൻ പറഞ്ഞിരുന്നു റോമിലേക്ക് പോവാണ്, യാത്രകളാണെന്ന് തോന്നുന്നു അല്ലേ? കുറെ വർഷങ്ങളായിട്ട് യാത്ര തന്നെയാ. എത്ര വർഷമായി ഇപ്പം ഈ ഒരു യാത്ര തുടങ്ങിയിട്ട്? അത് ഇപ്പൊ ആലോചിച്ച 10-16 വർഷമായെന്ന് തോന്നുന്നു. 16 വർഷം യാത്ര. എന്താ ശരിക്കും ഇപ്പം എനിക്കറിയാം ഫോർമേഷൻ്റെ ആവശ്യങ്ങൾക്കാണ് പല രാജ്യങ്ങളിലേക്ക് പോകുന്നു, ട്രെയിനിങ് കൊടുക്കുന്നു എന്നറിയാം. ഈ 16 വർഷം മുമ്പ് തുടങ്ങുമ്പോൾ എന്തായിരുന്നു ശരിക്കും? അതല്ലേ, ഇപ്പം നിനക്കറിയാലോ, മനോജും ഞാനും രണ്ടുപേരും ഞങ്ങൾ ജീസസ് യൂത്തിൽ ആയിരുന്നു, സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് മനോജിൻ്റെ പറയുന്നത് ജീസസ് യൂത്തിൻ്റെ ഓൾ കേരള മ്യൂസിക് മിനിസ്ട്രി കോർഡിനേറ്റർ ആയിരുന്നു. ഈ റെക്സ് ബാൻഡ് അന്ന് തുടങ്ങിയിട്ടുണ്ടോ? അതോ റെക്സ് ബാൻഡ് ആ സമയത്താണ്. മ്യൂസിക് മിനിസ്ട്രി കോർഡിനേറ്റർ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഒരു കരിസ്മാറ്റിക് കൺവെൻഷൻ ഇവിടെ സെൻറ്റ് പോൾസ് കളമശ്ശേരി വെച്ച് നടന്നത്. അതിനൊരു ഇംഗ്ലീഷ് ക്വയർ സെറ്റപ്പ് ചെയ്യണമായിരുന്നു. അതിന് മനോജിൻ്റെ പരിചയത്തിലുള്ള ജീസത്തിലുള്ള പാട്ടുകാരെയൊക്കെ കൂടി ഒരുമിച്ച് കൂട്ടി ഞങ്ങളൊരു ഏകദേശം 89 ഡിസംബർ. ആ സമയത്തുള്ള ഒരു വിശേഷങ്ങളും എനിക്കറിയത്തില്ല. അപ്പോൾ 89 ഡിസംബറിൽ ഞങ്ങൾ അങ്ങനെ ഒരു ക്വയറായിട്ട് ഞങ്ങൾ ആ കൺവെൻഷന് പാടി. അപ്പോൾ പാടി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര അപ്രീസിയേഷൻ ആയിരുന്നു. നിങ്ങളൊരു ബാൻഡായിട്ട് തുടർന്നുകൂടെ എന്നൊക്കെ ചോദിച്ചു.
പിന്നെ റെക്സ് ബാൻഡ് എന്നൊരു പേരൊക്കെ ആക്കി ഞങ്ങൾ പതുക്കെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. അന്ന് കൺവെൻഷൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു. ഈ മ്യൂസിക് മിനിസ്ട്രി കോർഡിനേറ്റർഷിപ്പ് കഴിഞ്ഞ ഉടനെ മനോജ് ഓൾ കേരള ജീസസ് യൂത്ത് കോർഡിനേറ്ററായി. 3 വർഷം കഴിഞ്ഞ് ഫസ്റ്റ് നാഷണൽ കോർഡിനേറ്ററായി. അതൊരു 2 ടേംസ് 6 വർഷം. പിന്നെ ആദ്യത്തെ ഇൻ്റർനാഷണൽ കോർഡിനേറ്ററായി. ജീസസ് യൂത്ത് പല രാജ്യങ്ങളിൽ സ്പ്രെഡ് ചെയ്തപ്പം അതൊരു 2 ടേമായിരുന്നു, 6 വർഷം. അപ്പം അങ്ങനെ തന്നെ ഒരു കുറേ യാത്രകളുടെ ഒരു കാലം തുടങ്ങി. എനിക്കറിയാം ഈ നാഷണൽ കോർഡിനേറ്ററും ഇന്റർനാഷണൽ കോർഡിനേറ്ററും എന്ന് പറയുമ്പോൾ ഒത്തിരി യാത്രകൾ ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ അല്ലേ? ശരിക്കും ചേച്ചി എങ്ങനെയാ ഈ സമയത്തെ, പ്രത്യേകിച്ച് വീട്ടിൽ ചേച്ചി വർക്കിംഗ് ആണ്, സെൻറ്റ് ട്രിസാസിലാണല്ലോ വർക്ക് ചെയ്യണത്. അതിനോടൊപ്പം തന്നെ ചേച്ചിയുടേതായിട്ടുള്ള കുറേ മേഖലകൾ ഉണ്ട്. ഇതെല്ലാം കൂടെ മക്കളുടെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ചേച്ചി ഇത് മാനേജ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഈ സമയത്ത് ചേച്ചി എങ്ങനെയാണ് ചേട്ടനൊരു പ്രചോദനം കൊടുക്കാൻ പറ്റിയത് എങ്ങനെയാണ്? അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ കല്യാണം കഴിക്കുന്ന സമയം തുടങ്ങി ഞങ്ങൾ ഈ ഒരു വിഷനോട് കൂടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരെയും ദൈവം പ്രത്യേക ഒരു രീതിയിൽ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ജീസസ് യൂത്തിൻ്റെ ഭാഗമായിട്ട് വന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതശൈലി ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. മനോജ് എന്നോട് പറഞ്ഞായിരുന്നു കല്യാണത്തിന് മുമ്പേ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മുടെ വീട് ഒരു ഓപ്പൺ ഹൗസ് ആയിരിക്കും, ധാരാളം യുവജനങ്ങളും ഒക്കെ വരുന്ന ഒരു സ്ഥലമായിരിക്കും എന്നൊക്കെ. പ്രിപ്പയർ ചെയ്താലും എത്രത്തോളം അത് റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴത്തെ ഒരു ചാലഞ്ചസ് ഒക്കെ ഇനിഷ്യലി ഭയങ്കര വലുതായിരുന്നു. കാരണം ഞാനൊരു 2 മക്കളുടെ ഉള്ള ഒരു കുടുംബത്തിൽ വളരെ ഒതുങ്ങിയ ഒരു ജീവിതം, ഡാഡിയും മമ്മിയും ഞങ്ങളും മാത്രമായിട്ട് വളർന്നു വന്നതാണ്. അപ്പം വീട് തുറന്നു കൊടുക്കുക, ജനറസ് ആകുക എന്നൊക്കെ ഉള്ളത് ആദ്യം എനിക്കങ്ങ് ഭയങ്കര ഒരു ഡിഫിക്കൽട്ടായിരുന്നു. കാരണം നമ്മൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ നമ്മുടേതായ ഒരു കൊച്ചു ലോകം കെട്ടിപ്പടുക്കുക എന്നുള്ളൊരിത് നമ്മുടെ മനസ്സിലുണ്ടല്ലോ. പക്ഷേ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു വൈഡർ വിഷനോട് കൂടി മനോജിൻ്റെ ഒപ്പം ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഒതുങ്ങി നിന്നാൽ ശരിയാവത്തില്ല. പിന്നെ കുറേ പ്രാർത്ഥിച്ചൊക്കെയാണ് ഞാൻ എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്നൊക്കെ ഉള്ളത് മനസ്സിലായി വന്നത്. അപ്പോൾ എനിക്ക് എൻ്റെതായ റെക്സ് ബാൻഡിലുള്ള ശുശ്രൂഷകളും കൊച്ചു കാര്യങ്ങളുണ്ട്, എൻ്റെ ജോലിയുണ്ട്, പിന്നെ പയ്യെ മക്കളായി. അപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കണം. അന്നേരം മനോജ് ഈ യാത്ര തുടങ്ങിയപ്പോഴത്തേനും എനിക്കറിയാം ദൈവം വിളിക്കുമ്പം നമ്മളത് തടയാൻ പാടില്ല എന്നുള്ള ഒരു കൺവിക്ഷൻ എനിക്ക് വളരെ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ആ കൺവിക്ഷൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ചേച്ചി? അതെങ്ങനെയാണ് കൺവിക്ഷൻ കിട്ടിയത് നിങ്ങൾക്ക്? അതെ, ഒരു ദിവസം കിട്ടിയതൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് കുറേ വർഷങ്ങൾ കൊണ്ട് പതുക്കെ തമ്പുരാൻ്റെ കൂടെ ഇരുന്നപ്പം കിട്ടി വന്ന ഒരു ബോധ്യമാണ്. അതായത് നമ്മൾ വിചാരിക്കുന്ന ദൈവം ഇൻഡിവിജ്വലായിട്ട് നമ്മളെ ഓരോ ശുശ്രൂഷയ്ക്ക് വിളിക്കുകയാണെന്ന്. പക്ഷേ വിവാഹ ജീവിതത്തിൽ ഒരു ഇൻഡിവിജ്വലിനെ മാത്രമല്ല വിളിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, ഒരു ഫാമിലിയെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം മനോജിനെ ഇങ്ങനെ കോർഡിനേറ്റർഷിപ്പിലേക്കൊക്കെ വിളിച്ച് കുറേ യാത്രകളൊക്കെ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും നാച്ചുറലി നമ്മുടെ ലൈഫിൽ കുറേ ബുദ്ധിമുട്ടുകൾ, ചാലഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെയാണ്, മനോജിനെ വിളിക്കുന്നു, മനോജിന് ഒരു കൃപ ദൈവം കൊടുക്കുന്നു, പക്ഷെ ഞാൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ മനോജ് 1-2 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവം നമ്മളെ വിളിക്കുമ്പം ആ വിളിക്കനുസരിച്ചുള്ളൊരു കൃപ നമുക്ക് തരും എന്നുള്ളത്. അപ്പം അതൊക്കെയാണ് എനിക്കൊരു ബോധ്യം വന്നത്. മനോജിനെ ഇങ്ങനെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം വിളിക്കുമ്പോൾ ഒരു കൃപ കൊടുക്കുന്നത് പോലെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്ത് വർഷത്തിൽ ഏതാണ്ട് 250 ദിവസം വീട്ടിലില്ലാത്ത ഒരാളുടെ ഭാര്യയായിട്ട് ജീവിക്കാൻ ഒരു പ്രത്യേക കൃപ ദൈവം തരും എന്ന് എനിക്കൊരു കൺവിക്ഷൻ വന്നു. അതുപോലെ ഞങ്ങൾക്ക് 2 ആൺമക്കളാണ്. അപ്പോൾ പലരും ഇങ്ങനെ നോക്കി ഞങ്ങളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം അപ്പൻ്റെ സാന്നിധ്യം ഇല്ലാതെ 2 മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണെന്ന്. അവിടെയും എനിക്ക് ഇന്നുള്ളൊരു സ്ട്രോങ് കൺവിക്ഷൻ ഇതാണ്, ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു അച്ഛൻ്റെ മക്കളാകാനുള്ളൊരു കൃപ ദൈവം കൊടുക്കും. അച്ഛൻ്റെ ഫിസിക്കൽ പ്രസൻസ് പലപ്പോഴും ഇല്ലെങ്കിലും ദൈവത്തിൻ്റെ കൃപ അവരുടെ വളർത്തലിലോ ഫോർമേഷനിലോ ഒക്കെ ഉണ്ട് എന്നുള്ളൊരു കൺവിക്ഷൻ. ഈ കൃപ അനുഭവിച്ച ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ ചേച്ചി? ധാരാളം എക്സ്പീരിയൻസസ് ഉണ്ട്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം മനോജ് ഇങ്ങനെ ജർമ്മനിയിൽ യാത്ര ചെയ്യുന്ന സമയത്താണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കള്ളം കയറി കാറ് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ളൊരു ശ്രമമൊക്കെ നടത്തി. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് എനിക്ക് മനസ്സിലായി, 2-3 ദിവസം കൊണ്ടാണ് ഇയാൾ കള്ളനാണ്, എന്നെ പറ്റിക്കാൻ വന്നതാണെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞ് ഞാൻ മനോജുമായിട്ട് സംസാരിച്ചു, മനോജിൻ്റെ ഓഫീസിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച് അവസാനം പോലീസിനെ കൊണ്ട് അയാളെ പിടിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് അയാൾ ശരിക്കും ഭയങ്കര ഒരു മോഷ്ടാവാണെന്നുള്ളത് മനസ്സിലായത്.
അന്നേരം ഞാൻ മനോജിനോട് ഈ കാര്യം പറഞ്ഞപ്പം മനോജും പറഞ്ഞു എനിക്കും അന്ന് വലിയൊരു അനുഭവമായിരുന്നു. അതായത് കർത്താവ് ഭവനം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഇത് വ്യർത്ഥമാണെന്നുള്ളത്. ശരിക്കും മനോജ് പറഞ്ഞു കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നത് കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണം കിട്ടിയ ഒരു അനുഭവമായിരുന്നത്. അങ്ങനെ പല പല സിറ്റുവേഷൻസിലും ശരിക്കും ദൈവം കൂടെ ഉണ്ട്. ദൈവം വിളിച്ചതാണെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാണ്, നമ്മളെ വഴി നടത്തും, നമുക്കൊന്നിനൊരു കുറവുണ്ടാകുകയില്ല എന്നുള്ളൊരു വലിയ ധൈര്യം എനിക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടേയിരുന്നു. മനോജേട്ടന് ഇല്ലാത്തൊരു കുറവ് മക്കൾക്ക് എങ്ങനെയാണ് ചേച്ചി എങ്ങനെ അത് കോമ്പൻസേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് പറയാമോ ചേച്ചി? എനിക്കൊന്ന് മനോജ് ഫിസിക്കലി ഒത്തിരി ആബ്സെൻ്റ് ആണ്, പക്ഷേ മനോജ് ഇല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്കൊന്ന് അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എൻ്റെ ഒരു റോളാണ് അമ്മ എന്നുള്ള രീതിയിൽ ആ ഒരു ആബ്സെൻസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ അവർ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ മനോജിൻ്റെ ഒരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ എപ്പോഴും വിളിക്കും, എല്ലാ ദിവസവും വിളിക്കും, ഇമെയിൽ മെസ്സേജസ്. ഇപ്പം നമുക്ക് ഒത്തിരി സംവിധാനങ്ങളുണ്ട്. പണ്ട് അതില്ലാത്തപ്പോൾ പോലും ആദ്യകാലങ്ങളിലൊക്കെ റെഗുലറായിട്ട് വിളിക്കുകയും കാര്യങ്ങൾ പറയുകയും അപ്പോൾ അപ്ഡേറ്റഡ് ആണ് മക്കളുടെ ഇടയിൽ എന്താ നടക്കുന്നത്, ഓരോ ദിവസം ഞങ്ങളുടെ വീട്ടിൽ എന്താ നടക്കുന്നത് അതെല്ലാം ഞങ്ങൾ മനോജിനോട് പറഞ്ഞു കൊടുക്കുകയും മനോജ് ഇപ്പോൾ പരീക്ഷയാണെങ്കിൽ പരീക്ഷ പ്രാർത്ഥിക്കണം ഈ രീതിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്തിനിങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന് മക്കൾ ചോദിക്കുമ്പോഴേ ചേച്ചി എന്താ അവർക്കൊരു നല്ലൊരു മറുപടി കൊടുക്കാൻ എന്ത് മറുപടിയാണ് കൊടുക്കുന്നത്? എന്ത് മറുപടിയാണെന്ന് ചോദിച്ചാൽ പിള്ളേരിങ്ങനെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ ഈ മനോജിൻ്റെ യാത്രയും നമ്മുടെ മിനിസ്ട്രിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. എന്തിനു വേണ്ടിയാണ് പോകുന്നത്, അതുപോലെ മനോജിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെങ്കിൽ ഒരു സെഷൻ ഉണ്ടെങ്കിൽ മനോജ് പറയും ഇന്ന സ്ഥലത്താണ് ഇന്ന പ്രോഗ്രാമാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ മക്കളെ അത് ഓർപ്പിക്കും, അച്ഛൻ ഇന്നൊരു സെഷനുണ്ട് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും. പിന്നെ ആ രീതിയിൽ ശുശ്രൂഷ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. നമ്മുടെ മിനിസ്ട്രി നമ്മുടെ കോൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കും. ഈ പ്രാർത്ഥിക്കുന്ന സമയത്താണ് കൂടുതലും മനോജിൻ്റെ ആ ഒരു പ്രസൻസ് ഞങ്ങൾ അനുഭവിക്കുന്നത്. കുഞ്ഞിലേ തുടങ്ങി മക്കളും ഞാനും മനോജ് യാത്ര പോകുമ്പോൾ ഒരു പ്രത്യേക ഞങ്ങളുടെ ഒരു ഫാമിലി റിച്വൽ ഒരു പ്രാർത്ഥനയുണ്ട്. അത് മനോജ് യാത്ര തുടങ്ങുന്ന അന്ന് ഞങ്ങൾ ഒപ്പം ചൊല്ലി തുടങ്ങിയാൽ എല്ലാ ദിവസവും ഞാനും മക്കളും അത് ഒരുമിച്ച് ചൊല്ലും. അപ്പോൾ എത്ര ടയേർഡാണെങ്കിലും എത്ര ഉറക്കം വന്നിരിക്കുന്ന സമയത്താണെങ്കിലും കുഞ്ഞിലേ തുടങ്ങി ഇപ്പം വരെ, ഇപ്പോൾ കോളേജിലായി ഇപ്പം വരെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ രണ്ടുപേരും ചാടി എണീറ്റിരിക്കും. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ശരിക്കും മനോജിനെ എന്നും ഓർക്കാനും, അതുപോലെ യാത്ര പോയാൽ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരിക, ആ രീതിയിലുള്ള സംസാരങ്ങൾ മിക്കവാറും അപ്പം നമ്മുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എപ്പോഴും തന്നെ മനോജുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വാങ്ങിക്കണം അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകണം എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛൻ വൈകുന്നേരം വിളിക്കുമ്പോൾ ചോദിച്ചിട്ടാട്ടെ. അപ്പം മനോജ് ഫിസിക്കലി അവിടെ ഇല്ലെങ്കിലും ഓരോ കാര്യങ്ങളും മനോജുമായിട്ട് പറഞ്ഞ് ആലോചിച്ച് ചോദിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. മക്കൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ ഡയറക്റ്റായിട്ട് പെർമിഷൻ കൊടുക്കാറില്ല, നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഉള്ളൂ. ഇച്ചിരി മേജറായിട്ടുള്ള എന്ത് കാര്യമാണേലും അച്ഛൻ രാത്രി വിളിക്കും, അന്നേരം നിങ്ങൾ ചോദിക്കുന്നത് ചോദിച്ചോ, അച്ഛൻ പെർമിറ്റ് ചെയ്താൽ പോകാം അല്ലെങ്കിൽ ചെയ്യാം. വീട്ടുകാർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു പ്രാധാന്യമേ ശരിക്കും നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പല കുടുംബങ്ങളിലും ഇല്ലാതെ പോകുന്നത് ഇത് തന്നെയാണ്. ശരിക്കും ഇപ്പോൾ ചേച്ചി പറയുമ്പം എനിക്ക് മനസ്സിലാവുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു കാര്യത്തിന് പോലും ചേച്ചി ചേട്ടൻ്റെ പെർമിഷൻ പിള്ളേരോട് വാങ്ങിക്കാൻ പറയുന്നുണ്ടല്ലോ. ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ നിങ്ങൾ ബിസിനസ് വേണ്ടാന്ന് വെച്ച ഒരു സമയമൊക്കെ. ആ സമയത്ത് ചേച്ചിയുടെ ഒരു എന്തായിരുന്നു ചേച്ചിയുടെ മനസ്സിലൂടെ പോയത്? തീർച്ചയായിട്ടും ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ തീരുമാനം എടുക്കാൻ പ്രയാസമുള്ള ഒരു സമയമാണല്ലോ അത്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ ചേച്ചി? മനോജ് ഒരു കമ്പ്യൂട്ടർ ഫേമിൽ വർക്ക് ചെയ്യായിരുന്നു. മനോജ് എൻജിനീയർ ആണല്ലോ. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു സമയത്ത് മനോജ് ജോലി റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചു. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു പല കാരണങ്ങളാൽ മനോജിൻ്റെ ചില കൺവിക്ഷൻസും ഉണ്ട്, ആ ജോലി വേണ്ടാന്ന് വെച്ചു. അതിനുശേഷം മനോജും വേറെ 2-3 ഫ്രണ്ട്സ് ജീസസ് യൂത്തിലുള്ള അവരൊരു ബിസിനസ്സൊക്കെ ആരംഭിച്ചു. ആ സമയത്താണ് ഈ ഫുൾ ടൈം ആയിട്ടുള്ള ഒരു കോർഡിനേറ്റർഷിപ്പ് ഒക്കെ വന്നത്, കുറേ യാത്രകൾ. അപ്പോൾ ബിസിനസ്സും അതും കൂടെ മാനേജ് ചെയ്യാൻ പറ്റാതെ അപ്പം ഫുൾ ടൈം ആയിട്ട് പോകേണ്ട ഒരു സമയം വന്നു. അന്നേരം മനോജ് എന്നോട് പറഞ്ഞപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കോർഡിനേറ്റർഷിപ്പൊക്കെ മനോജ് ഏറ്റെടുത്തപ്പോൾ ഒരു കണ്ടീഷനും വെച്ചുകൊണ്ടല്ലല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ കോർഡിനേറ്റർ ആയിക്കോളാം എന്നുള്ളതല്ലല്ലോ. അതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം. അങ്ങനെ പറഞ്ഞ്
ആ രീതിയിൽ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനോജിന് എനിക്ക് തോന്നുന്നു വളരെ ഫ്രീ ആയിട്ട് ആ കോർഡിനേറ്റർഷിപ്പ് എടുക്കാനും ബിസിനസ്സിൽ നിന്ന് പോലും സ്ലീപ്പിംഗ് പാർട്ട്ണറായിട്ട് സാലറി ഒന്നും ഡ്രോ ചെയ്യാതെ അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ മക്കളുടെ സാധിച്ചു. ഭാഗത്തൊന്നും ആ സമയത്തൊന്നും എതിർപ്പുണ്ടായിരുന്നില്ലേ അവർക്ക്? അങ്ങനെ അന്ന് മക്കൾ കുഞ്ഞല്ലേ, പിന്നെ അവർ രണ്ടും കുഞ്ഞ്, അത് അവർക്ക് അന്ന് ഒന്നും അറിയത്തില്ല. ഇപ്പം അവർക്കറിയാം. കാരണം ചില സമയത്ത് പറയും, ചില വലിയ കാറുകളൊക്കെ പോകുമ്പോൾ നമ്മളെ എൻ്റെ കുഞ്ഞ് ഞാൻ അവരെയും കൊണ്ട് സ്കൂളിലേക്കൊക്കെ പോകുമ്പം വലിയ കാറൊക്കെ പോകുമ്പോൾ പറയും, എടാ അച്ഛൻ ഇപ്പം ജോലി ചെയ്യാമായിരുന്നു, നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ വലിയ കാറിലൊക്കെ പോയേണ്ടി വന്നേനെന്ന്. അപ്പം ഞാൻ പറയും, ഇപ്പോൾ ആ കാർ ഇല്ലാഞ്ഞിട്ട് നമുക്ക് എന്തിൻ്റെ കുറവാണ്. അപ്പം അവർ പറയാം, അമ്മ തമാശ പറഞ്ഞതാ. അപ്പം കൊച്ചവൻ ഒരു പ്രാവശ്യം എന്തോ ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് ശാഠ്യം പിടിച്ചു, എന്തോ ഒരു ബ്രാൻഡഡ് സാധനം. അന്നേരം മൂത്തവൻ പറയുന്നത് ഞാൻ കേട്ടു, എടാ അച്ഛനും അമ്മയ്ക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, നമുക്കത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ടാണ്. അപ്പം എനിക്ക് തോന്നുന്നത് വർഷങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ പറയുകയും ചെയ്യുകയും ചെയ്തത് കൊണ്ട് അവർക്കും ചില കൺവിക്ഷൻസ് വന്നിട്ടുണ്ട്. സർട്ടൻലി അവർ മറ്റു പിള്ളേരുമായിട്ട് ജീവിക്കുമ്പോൾ അവർക്കും കുറേ ക്വസ്റ്റ്യൻസും കമ്പാരിസൺസും കുറേ ചാലഞ്ചസും ഒക്കെ അവരുടെ മനസ്സിൽ കാണും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് അന്നേരത്തെ ഉള്ള കൺവിക്ഷനിൽ വെച്ച് നമ്മൾ ജെനുവിനായിട്ടുള്ള മറുപടി കൊടുക്കുന്നുമുണ്ട്. ഇപ്പോൾ അവർ കൺവിൻസ്ഡ് ആണ്? കൺവിൻസ്ഡ്, ഞാനത് കൺവിൻസ്ഡ് ആണോ എന്ന് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല. അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നു. അല്ലാണ്ട് നമ്മളെല്ലാം ഇങ്ങനെ കൺവിൻസ്ഡ് ആയി പോകുന്ന ഒരു ഇതല്ല. നമ്മുടെ ഫാമിലി സിറ്റുവേഷനിൽ വരുന്നത് പോലെ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്താൽ ഡെഫിനറ്റ്ലി അത് നമ്മൾ അഡ്രസ്സ് ചെയ്യും. ചേച്ചി, ആദ്യകാലങ്ങളിലല്ല ഇപ്പോഴും ഉണ്ടെന്ന് എനിക്കറിയാം, വീട്ടിലേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ, എപ്പോഴും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ വരുന്നു. എനിക്ക് തോന്നുന്നു മനോജ് ചേട്ടൻ ആളുകളെ ഒത്തിരി ഇൻവൈറ്റ് ചെയ്യുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചേച്ചിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലേ? ശരിക്കും എനിക്കറിയാം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവും. എങ്ങനെയൊരു വീട്ടമ്മ ആയതുകൊണ്ട് നിനക്ക് അതിൻ്റെ ബുദ്ധിമുട്ടല്ലേ? എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ആദ്യകാലങ്ങളിലായിരുന്നു എനിക്ക് അതൊരു വലിയൊരു വെല്ലുവിളി പോലെ ഇരുന്നത്. കാരണം അന്ന് നമുക്ക് ബോധ്യങ്ങൾ കുറവാണ്, നമ്മൾ ഓരോന്ന് കണ്ടും കേട്ടും പഠിച്ചൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം മനോജിൻ്റെ ഒരു സ്വഭാവം എന്നാന്ന് വെച്ചാൽ, എവിടെയെങ്കിലും ഒരു കഴിവുള്ള അല്ലെങ്കിൽ ഒരു സ്പാർക്കുള്ള ഒരു വ്യക്തിയെ കിട്ടിയാൽ അയാളെ ഒന്ന് പൊക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കും. ആദ്യ പടി എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ക്ഷണിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം മിക്ക ദിവസം ആരെങ്കിലുമൊക്കെ നമ്മുടെ വീട്ടിൽ കയറി വരും, യങ്ങായിട്ടുള്ള ആണുങ്ങളോ പയ്യന്മാരൊക്കെ കയറി വരും. അപ്പോൾ ഇപ്പം അത് വളരെ കുറഞ്ഞു. അതിൻ്റെ കാരണവും ഞാൻ പറയാം. ആ സമയത്തൊക്കെ വളരെ ചുരുക്കം വീടുകളിലെ ഇങ്ങനെ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അത് മിക്കവാറും സ്ത്രീകൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമല്ല. അപ്പോൾ മനോജ് അങ്ങനത്തെ വീടുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മനോജിനും അങ്ങനെ നമ്മുടെ കുടുംബം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു വിഷനോട് കൂടി ആരംഭിച്ചത്. അങ്ങനെ ഞങ്ങളുടെ വീടുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർ വരികയും ചിലർ മാസങ്ങൾ താമസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ വന്ന് എല്ലാം വലിച്ചു വാരി ഇടുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി എപ്പോഴും ഉണ്ടാക്കണം, ചില സമയത്തൊക്കെ ആയിരിക്കും കയറി വരുന്നത്, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ ഒറ്റ പ്രശ്നം ഇതേ ഉള്ളൂ, വീട് ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ കയറി വരുമ്പം വീട് ആകപ്പാടെ ഒരുമാതിരി ആയിരിക്കുന്നത്, അടുക്കും ചിട്ടയൊന്നും ഇല്ല എന്നൊക്കെ ഉള്ള, ചെറുപ്പക്കാർ ബാച്ചിലേഴ്സ് ആയിരിക്കുമല്ലോ വരുന്നത്, അപ്പോൾ അവർ വലിയ അടിക്കും പിടിച്ചൊന്നും ഇടത്തില്ല. അന്നേരം ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒത്തിരി ടെൻഷൻ അടിച്ചതെല്ലാം കൂടെ ഞാൻ വിചാരിക്കുന്ന രീതിയിൽ ഓർഡർലി ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, എൻ്റെ കർത്താവേ, നീ തന്നെ എൻ്റെ ജീവൻ്റെ നാഥനും കർത്താവുമായിട്ട്, എൻ്റെ വീടിൻ്റെ മാനേജറായിട്ട് നീ തന്നെ വേണം, എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണോ എന്തോ, പക്ഷെ അതിനുശേഷം എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം എൻ്റെ വീട്ടുകാർ ആരെങ്കിലും വരുന്നു എന്നുള്ളത് ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ അറിയും, അത് പെട്ടെന്ന് ഒതുക്കിയിടും. പിന്നീട് ഞാൻ കേട്ടിരിക്കുന്നതൊക്കെ, ഇവളിങ്ങനെയൊക്കെ തിരക്ക് പിടിച്ച് നടക്കുകയാണെങ്കിലും അവരുടെ വീട്ടിൽ എപ്പോഴും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും വീട് നല്ല വൃത്തിക്കാണ് വെച്ചിരിക്കുന്നതെന്നുള്ളൊരു ഇത് പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ലൈഫിൽ ഓരോ മേഖലയും ഞാൻ കർത്താവിൻ്റെ ഒരു കർത്തൃത്വത്തിന് അല്ലെങ്കിൽ മാസ്റ്റർ ആണെന്നുള്ളൊരു ഇതിൽ ഞാൻ വിട്ടുകൊടുക്കുമ്പം എനിക്ക് ആ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു കൃപയും ഒക്കെ ലഭിച്ചതായിട്ട്. ഇന്നിപ്പോൾ ഞാൻ കാണുന്നത്, ലോകത്തിൽ പല ഭാഗങ്ങളിൽ ഞാൻ പോകുമ്പോൾ ഇതുപോലത്തെ ഓപ്പൺ ഹൗസസ് ധാരാളം കാണുന്നു.
ഞങ്ങളുടെ വീട്ടിൽ 1-2 പ്രാവശ്യമൊക്കെ വന്ന് താമസിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്തവരുടെ വീടുകളിൽ എനിക്കിപ്പോൾ സന്ദർശിക്കാൻ ഇട വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ അവരുടെയൊക്കെ വീട്ടിൽ ഞങ്ങളുടെ വന്നതിൻ്റെ ഒരു അളവിലൊന്നുമല്ല, ആയിരക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. അത് കാണുമ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. അവർ പറയും, ചേച്ചി അന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ വന്ന് ചേച്ചി ദോശ ഉണ്ടാക്കി തന്ന കഥയൊക്കെ. അപ്പം ഞാൻ ഓർക്കും, ദൈവമേ, ഞാൻ ഇത്ര സന്തോഷത്തോടെയൊക്കെയാണോ അവർക്ക് ശുശ്രൂഷ ചെയ്ത് കൊടുത്തത്, പക്ഷേ അതിൻ്റെ ഫലം വലുതാണെന്ന് ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു. അപ്പം നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ വളരെ ഇന്ന് ഹാങ് ഔട്ട് ചെയ്യാന്ന് പറയല്ലേ യുവജനങ്ങൾ, മോളിലും അവിടെ ഇവിടെയൊക്കെ. ശരിക്കും ഏറ്റവും നന്നായിട്ട് ഹാങ് ഔട്ട് ചെയ്യാവുന്ന ഒരു കുടുംബം ആണ്. പക്ഷേ എത്ര കുടുംബങ്ങളിൽ യങ് പീപ്പിളിന് വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റും? അങ്ങനത്തെ സേഫ് പ്ലേസസ് ടു ഹാങ് ഔട്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ ഒരുക്കേണ്ട ഒരു അത്യാവശ്യമാണ് അടുത്ത ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ട്. ഇത് എനിക്ക് തോന്നുന്നത് മനോജിൻ്റെ ആ ഒരു വിഷനോട് കൂടി ചേർന്ന് ചിന്തിച്ചപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു ബ്യൂട്ടിയും അതിൻ്റെ ഒരു ആവശ്യവും മനസ്സിലായി. അത് ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പ്രാർത്ഥനയിൽ അത് തമ്പുരാനായിട്ട് സമർപ്പിച്ചപ്പോൾ അത് റിയലൈസ് ചെയ്യാനും സാധിച്ചു. ഒത്തിരി മാറ്റങ്ങൾ ചേച്ചിയിൽ തന്നെ വരുത്തിയിട്ടുണ്ടല്ലേ? ഞാൻ വരുത്തിയതെന്ന് പറയത്തില്ല, പക്ഷേ തമ്പുരാൻ നമ്മളെ രൂപപ്പെടുത്തുവാണല്ലോ. നമ്മുടെ ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് തമ്പുരാനോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പം നമ്മൾ ആ രീതിയിൽ രൂപപ്പെടണമല്ലോ. അതെ അതെ. ചേച്ചി ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എപ്പോഴെങ്കിലും ഇത് സാധ്യമല്ല, നടക്കില്ല എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങൾ ചേച്ചിയുടെ ഓർമ്മയിൽ വരുന്നുണ്ടോ? ജീവിതത്തിൽ ഇത് അസാധ്യമാണ്, ഈ സമയത്ത് നടക്കില്ല എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ? അതായത് മനോജ് ജോലി ഉപേക്ഷിച്ച ആ ഒരു സമയത്ത് ഏതാണ്ട് 1-2 മാസം കഴിഞ്ഞപ്പം എൻ്റെ ശമ്പളം നിന്നുപോയി. കാരണം UGCയുടെ എന്തോ പ്രശ്നമായിരുന്നു. 1 വർഷത്തോളം ശമ്പളം കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 2 പേർക്കും ശമ്പളം ഇല്ല. ആ സമയത്ത് മനോജിൻ്റെ ഡാഡിയുടെ അടുത്തുനിന്ന് ഞങ്ങൾ 1 വർഷത്തേക്ക് കാശ് ലോൺ എടുത്താണ് സത്യം പറഞ്ഞാൽ ജീവിച്ചത്. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു വരുമാന മാർഗം ഇല്ലാത്ത ആ ഒരു സാഹചര്യത്തിലാണ് തമ്പുരാന് ആദ്യമായിട്ടും ഏറ്റവും കൂടുതലായിട്ടും ഞങ്ങളെ പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയത്. പ്ലെയിനിലെ യാത്രകൾ, പല രാജ്യങ്ങൾ സന്ദർശിക്കൽ ഒക്കെ. ശരിക്കും ഇന്ന് നമ്മൾ ഓർക്കും, നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പലയിടത്തും പോകാവുന്നൊരു അഹങ്കാരം നമുക്ക് കാണും. പക്ഷെ നമുക്കൊന്നും ഇല്ലാത്ത സമയത്താണ് തമ്പുരാൻ ഏറ്റവും കൂടുതൽ ഞങ്ങളെ എടുത്ത് സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തത്. ശരിക്കും അത് വലിയൊരു അനുഭവമായിരുന്നു. എനിക്ക് തോന്നുന്ന മനോജിനെ എപ്പോഴും ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ദൈവവചനമുണ്ട്, ആദ്യം ദൈവരാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടുമെന്ന്. അപ്പം മനോജ് പലയിടത്തും പ്രസംഗിപ്പോൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ, ഞങ്ങൾക്കുള്ളതെല്ലാം എനിക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പം നമ്മളുടെയൊക്കെ പ്രശ്നം എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൂട്ടിച്ചേർക്കപ്പെടുന്നതിൻ്റെ പുറകെ നമ്മൾ പായിയാണ്. പക്ഷേ ദൈവരാജ്യവും അവിടുത്തെ നീതി അന്വേഷിക്കുമ്പം നമുക്ക് ആവശ്യമെല്ലാം ഉള്ളതെല്ലാം ദൈവത്തിൻ്റെ സമയത്ത് കൂട്ടിച്ചേർക്കപ്പെടും. അതാണ് ഞങ്ങളുടെ ഒരു അനുഭവം. എനിക്ക് പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് സാധാരണ തോന്നാവുന്നതൊക്കെ ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയൊക്കെ കിട്ടുന്നത് ഈ ഒരു വിശ്വാസത്തിലാണ്. നമ്മുടെ പിതാവ് എന്നും നമ്മളെ കരുതലോടെ കാക്കും എന്നുള്ള ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ, അമർത്തി കുലുക്കി നിറച്ചളന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മടിയിലേക്ക് ഇട്ടുതരും എന്ന് പറഞ്ഞു. ചേച്ചിയുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഉടനീളം ഈ ഒരു ആശ്രയബോധവും ദൈവത്തിൻ്റെ ഈ കൃപയും അനുഗ്രഹങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓരോ അനുഭവം പറയുമ്പോഴും അതിലൊക്കെ ദൈവാശ്രയവും ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തിലേക്ക് തിരിയുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഒരു ആഗ്രഹം എനിക്ക് ബാക്കിയുണ്ട്. അതെന്താ? ചേച്ചിക്ക് ഊഹിക്കാം, പാട്ട് പാടാനായിരിക്കും. ചേച്ചി റെക്സ് ബാൻഡിൽ ലീഡ് സിംഗർ ആയിട്ടൊന്നും അല്ലല്ലോ ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നത്. പക്ഷെ ചേച്ചിയുടെ ഒരു പാട്ട് എന്നെ ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുള്ള, ഞാൻ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട്, വിയ ഡോളോറോസ. അത് പാടണ്ട, പക്ഷെ എന്നെ എപ്പോഴും ചേച്ചിയുടെ പാട്ട് എപ്പോഴും ഏതെങ്കിലും തരത്തിലൊക്കെ എന്നെ ഹൃദയത്തിൽ തൊട്ടിട്ടുണ്ട്. എനിക്ക് വേണ്ടി 2 വരി പാട്ട് പാടാം. എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ ആര് പാട്ട് പാടാൻ പറഞ്ഞാലും എന്തെങ്കിലും ഒരു പാട്ട് പാടിയല്ല ആ ഒരു സാഹചര്യത്തിന് ചേരുന്ന ഒരു പാട്ട് പാടും. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ അതാണല്ലോ. മനോജിൻ്റെ മിനിസ്ട്രി, അതിൽ ഞാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്തു, അതിൽ ഞാൻ ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്താ എന്നുള്ളത്. അപ്പം ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കാസറ്റിൽ കേട്ട ഒരു പാട്ടാണ്. അന്ന് എൻ്റെ ലൈഫ് ഇങ്ങനെയാവുന്നൊന്നും ഞാൻ അറിയുന്നില്ല, എന്തുകൊണ്ടെന്ന് അറിയത്തില്ല. ആ പാട്ട് എന്നെ വല്ലാണ്ട് ആകർഷിച്ച് ഞാൻ അതിൻ്റെ വരികൾ എഴുതിയെടുത്തത് പഠിച്ചു. അത് പക്ഷെ ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം എന്നെപ്പറ്റിയുള്ള പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ആ പാട്ടിൻ്റെ പേര് പീറ്റേഴ്സ് വൈഫ്സ് സോങ്, പത്രോസിൻ്റെ ഭാര്യയുടെ പാട്ടെന്നാണ് ആ പാട്ടിൻ്റെ പേര്. വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു മ്യൂസിക്കലിൽ നിന്നുള്ളത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, പത്രോസിൻ്റെ ഭാര്യ പാടുകയാണ്, ഞാൻ പത്രോസിനെ കല്യാണം കഴിച്ച്
ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഭർത്താവെന്ന് വെച്ചാൽ എപ്പോഴും വീട്ടിൽ കാണും, എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ കാണുമെന്ന്. പക്ഷേ കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇങ്ങൊരു വീട്ടിൽ പോയിട്ട് നാട്ടിൽ തന്നെ ഇല്ല. അപ്പോൾ അതുമായിട്ട് പുള്ളി പൊരുത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോറസിൽ പറയുന്നുണ്ട്, നമ്മൾ സത്യം അറിഞ്ഞു കഴിയുമ്പം നമ്മൾ ആ സത്യത്തെ പിന്തുടരും, എവിടെ വിളിച്ചാലും നമ്മൾ പുറകെ പോകും എന്ന്. അപ്പം എനിക്കും ഇന്ന് അതാ പറയാനുള്ളത്. പാടാം. But now it seems that the man of my dreams is always out of town. Well, I guess I married a traveling man, but I've met Jesus, so I understand that when you find the truth, you'll follow him anywhere. When you find the truth, you'll follow him anywhere. എനിക്ക് തോന്നുന്നേ ഈ ഫിനാൻസിൻ്റെ കാര്യത്തിൽ പല കപ്പിൾസിനും പ്രശ്നം വരുന്നത് പൈസയോടുള്ള രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുള്ളത് കൊണ്ടാണ്. I thought of how I'd marry him and settle down. I'd always thought a husband ought to stick around. പരമകാരുണ്യവാനായ കർത്താവേ, പരിത്യാഗത്തിന്റെ പറുദീസകൾ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കഠിനയാഗത്തിന്റെ തീഷ്ണഭാവവും നീ ഞങ്ങളെ കാണിച്ചു. പ്രിയനാഥ, ഇറ്റുവീണ നിന്റെ രക്തത്തുള്ളികളിൽ ഞാൻ നിന്റെ മുഖം ദർശിക്കുന്നു. കഠിനവേദന അനുഭവിച്ച നിന്റെ പച്ച ശരീരം, ഓ ദൈവമേ, ഓർക്കാൻ പോലും കെൽപ്പില്ലാതെ ഞാൻ തളരുന്നു. നിന്റെ സഹനത്തിൻ്റെ ഈ ഓർമ്മകൾ എൻ്റെ ജീവിതത്തെ പിന്തിരിഞ്ഞു നോക്കാൻ പ്രേരിപ്പിക്കുന്നു. നാഥ, നിന്നിൽ നിന്നകന്ന് ജീവിച്ച എന്നെ നിന്റെ പക്ഷത്തിൽ ചേർത്ത് നിർത്തേണമേ.